ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻഡോമെട്രിയോസിസിൻ്റെ പെയിൻ കാരണം ഇവർക്ക് വ്യത്യസ്തമായ സെക്ഷുവൽ പൊസിഷൻസ് പഠിപ്പിച്ചു കൊടുത്തു. അവിടെ ടച്ച് ചെയ്യുമ്പോഴേ പെയിൻ വരണേ. അപ്പോൾ ആ പൊസിഷൻ ഓൾട്ടർ ചെയ്ത് വേറെ പൊസിഷൻ പറഞ്ഞപ്പോൾ അവർക്ക് പെയിൻ ഇല്ല. അപ്പോൾ പ്രൊസീജിയർ ചെയ്തെന്ന് മാത്രമല്ല അവർക്ക് അതും കൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റി. പ്ലസ് ഇവർക്ക് ഈ പെൽവിക് ഓപ്പണിങ് എക്സസൈസുകൾ, ഈ എൻഡോമെട്രിയോസിസ് ബ്ലഡ് പുറത്തോട്ട് പോവാതെ കെട്ടിക്കിടന്ന കണ്ടീഷനൊക്കെ ആണല്ലോ. അപ്പോൾ ആ പെൽവിക് ഓപ്പണിങ് എക്സസൈസ്, പിന്നെ ഇവർക്ക് പെയിൻ മാറാനായിട്ട് മസാജ് തെറാപ്പിയും ഫുഡ് റിഫ്ലെക്സോളജി. കാലിൻ്റെ അടിയിൽ നമ്മൾ ഫുഡ് റിഫ്ലെക്സോളജി അക്യുപഞ്ചറൊക്കെ ചെയ്യുമ്പോൾ പെയിൻ കുറയും. അപ്പോൾ പെയിൻ കില്ലർ ഇല്ലാതെ നമുക്ക് പെയിൻ, പ്രത്യേകിച്ച് എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ എല്ലാ മാസവും പെയിൻ ആണല്ലോ. മെൻസസ് ആകുമ്പോൾ അവർ 5 ദിവസം ഇഞ്ചക്ഷനും ഗുളിയൊക്കെ എടുത്ത് കിടപ്പായിരുന്നു ജോലിക്ക് പോവാതെ. ആ പെയിൻ മാറ്റാനായിട്ട് നമ്മൾ സെക്ഷൽ റിലേഷൻ ശരിയാവുമ്പോൾ പെയിൻ കുറയും. ഈ പീരിയഡ്സിൻ്റെ വേദന ഈ സെർവിക്സ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ കുറയും. അപ്പോൾ പ്രോപ്പർ സെക്ഷൽ റിലേഷൻഷിപ്പും ഓർഗാസും ഒക്കെ ഉള്ളവർക്ക് ആ പാത്വേ ക്ലോസ്ഡ് അല്ല, ഇത് ഓപ്പൺ ആകുമ്പോൾ പെയിൻ കുറയും. അതേപോലെ ഇങ്ങനത്തെ മെത്തേഡ്സ് ഉണ്ട്, മസാജ്, ഫുഡ് റിഫ്ലെക്സോളജി, ചൂട് വയ്ക്കില്ല. അപ്പോൾ ഭർത്താവിനെ നമ്മൾ മസാജൊക്കെ പഠിപ്പിച്ചു കൊടുക്കും, എല്ലാ മാസവും ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ഫുഡ് റിഫ്ലെക്സോളജി ഭയങ്കര എഫക്റ്റീവാണ്. ഫുഡ് റിഫ്ലെക്സോളജി പെയിൻ കുറയാനായിട്ട്. അപ്പോൾ ഈ എൻഡോമെട്രിയോസിൻ്റെ സിംറ്റംസ് ഇൻവേസീവ് അല്ലാത്ത പ്രൊസീജിയർ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാറുണ്ട്? നമുക്ക് മരുന്നുകളുണ്ട്, പക്ഷെ ആ മരുന്നുകൾക്കും ഭയങ്കര സൈഡ് എഫക്ട്സാണ്. അതാ പ്രശ്നം. ഓർഗൻസിന്റെ പുറത്താണ് ബ്ലഡ്. പിന്നെ ഇവർ കുട്ടികൾ ഉണ്ടാവാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ മരുന്നുകൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഓവുലേഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ കുട്ടികൾ ഉണ്ടാവാൻ ട്രൈ ചെയ്യണവർക്ക് മരുന്ന് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ചില മരുന്നുകൾ അവരെ മെനോപോസലാക്കണ സിംറ്റംസാണ്. അപ്പോൾ ഈ പിള്ളേരെയൊക്കെ കൊണ്ട് അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് വിഷമം വരും. അവർക്ക് ഹോട്ട് ഫ്ലഷസും ഭർത്താവിനോട് അല്ലെങ്കിൽ താല്പര്യമല്ലേ, ഇത് കഴിയുമ്പോൾ ഒന്നും കൂടി ഇല്ലാണ്ടാവും. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ടാണ്. ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എനിക്ക് പലപ്പോഴും നല്ലതായിട്ട് റിസൾട്ട് കിട്ടാറുണ്ട് ആക്ച്വലി എൻഡോമെട്രിയോസിസിന്. പക്ഷെ എനിക്ക് മടിയായി പേഷ്യൻറ്റിനെയൊക്കെ മെനോപോസലാക്കാനും മരുന്ന് കൊടുത്ത് സപ്രസ് ചെയ്യാനും.